ദേശീയ തലത്തിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നതാണ്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കുക. അതേസമയം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ വലിയ അക്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ കേരളത്തിലടക്കം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി നമ്മൾ കണ്ടതാണല്ലോ. അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈ സംഘപരിവാർ സംഘടനകളുടെ നടപടികളെ പ്രധാനമന്ത്രി തള്ളിപ്പറയുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. ഈ പറയുന്ന പുരോഹിതർ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിയോട് സംസാരിക്കുമോ എന്നതും നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. തണുപ്പായതുകൊണ്ടാണോ പുറത്തുനിന്ന് സ്റ്റുഡിയോയ്ക്കുള്ളിലോട്ട് കയറിയത്? തണുപ്പായതുകൊണ്ടല്ല, ഇന്ന് ചെറിയ രീതിയിൽ മഴയുണ്ട് ദില്ലിയിലെ വിവിധ പ്രദേശങ്ങളിൽ. അപ്പം നമുക്ക് പുറത്തുനിന്ന് ഈ തണുപ്പും മഴയും കൂടി ആകുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ടുള്ളത്. ശരി, എന്നാൽ ആ തണുപ്പൊക്കെ മാറ്റാവുന്ന ചില ചൂടുള്ള വാർത്തകളിലേക്ക് നമുക്കങ്ങ് പോകാം അല്ലേ? ഇതാ വളരെ ചൂടുള്ള വാർത്ത വരുന്നു. പ്രധാനമന്ത്രി ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നത് വാർത്താ പ്രാധാന്യമാകേണ്ട ഒരു ആവശ്യമില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലവിൽ സാഹചര്യം വ്യത്യസ്തമാണ്. വിവിധയിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ സംഘപരിവാർ സംഘടനകളുടെ വലിയ അതിക്രമങ്ങൾ നടക്കുന്ന സാഹചര്യം, ഭീഷണികൾ വരുന്ന പശ്ചാത്തലം. ആ ഘട്ടത്തിലാണ് ഈ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി വരുന്നത്. ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഇവരെയൊക്കെ തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ടോ? വിദൂര സാധ്യത പോലും കാണുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ എങ്കിൽ പോലും അതൊരു ചോദ്യമാണ്. ഈ പറയുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഈ പുരോഹിതർ പ്രധാനമന്ത്രിയോട് പറയാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് ആ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമം, സംഘപരിവാറും ഒപ്പം RSSും വലിയ രീതിയിൽ ആക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് CBCI ആസ്ഥാനത്ത് വെച്ച് ഇത്തരത്തിലൊരു ആഘോഷ പരിപാടിയിൽ, ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾക്ക് തന്നെ ഇപ്പോൾ വകവരുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പോലും പാലക്കാടും ആലപ്പുഴയിലും അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ആഘോഷ പരിപാടികൾ തടയുന്ന രീതിയിൽ അടക്കമുള്ള നടപടികൾ RSSന്റെയും അതോടൊപ്പം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതോടൊപ്പം മണിപ്പൂരിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെയും ഇവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചടക്കുന്ന അടക്കമുള്ള നടപടികളാണ് RSSും അതോടൊപ്പം സംഘപരിവാറും കഴിഞ്ഞ വർഷമൊക്കെ തന്നെയും കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ CBCI ആസ്ഥാനത്ത് വെച്ച് ഇന്ന് വൈകിട്ട് 6:30 ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും ഈ ആഘോഷവേളയിൽ പോലും ഈ ആഘോഷങ്ങൾ തടയുന്ന ഒരു സമീപനം ഉണ്ടാവുകയും അതേ സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വിമർശനാത്മകമായിട്ടുള്ള ഒന്നാണ്. എന്തായാലും പ്രതിപക്ഷമൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ CBSEയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നേരത്തെയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മണിപ്പൂരിൽ നമുക്കറിയാം, പ്രധാനമായും മണിപ്പൂരിൽ കഴിഞ്ഞ വർഷം മാത്രം 200-ലധികം ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. നിരവധി ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ തന്നെയും ആക്രമിക്കപ്പെട്ടു. ഈ വർഷം 5-ലേറെ ക്രൈസ്തവ ആരാധനാലയങ്ങളൊക്കെ തന്നെയും ഈ ആക്രമിക്കപ്പെട്ടു. ഇതിലൊക്കെ തന്നെയും ഈ മണിപ്പൂർ സന്ദർശിക്കാൻ പോലും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും പ്രതിപക്ഷ പാർട്ടികളും MP-മാരും ഒക്കെ തന്നെയും വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാകാനുള്ള കാരണം ഇവരുമായി, ഈ ക്രൈസ്തവ മേധാവികളുമായി ഏത് തരത്തിലായിരിക്കും ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഈ ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ള നേതാക്കന്മാരും ഒക്കെ തന്നെയും അല്ലെങ്കിൽ ബിഷപ്പുമാരൊക്കെ തന്നെയും ഏത് രീതിയിലായിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ തന്നെയും നമുക്ക് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. മനു. ശരി അബ്ദുൾ റഷീദാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ചർച്ചയാകാനോ അല്ലെങ്കിൽ അത് ഉന്നയിക്കാനോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സംസാരിക്കാനോ പുരോഹിതർ ധൈര്യപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. അത് അതിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു വാർത്തയായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം.